പശ്ചിമേഷ്യൻ സമാധാനം എന്നത് എന്നും ഒരു കീറാമുട്ടിയായി തുടരുന്ന പ്രതിഭാസമാണ്. 2026 തുടക്കത്തിൽ ഇസ്രായേലും വിവിധ അറബ് മുസ്ലിം രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾക്ക് ഇസ്ലാമാബാദ് വേദിയാകുമ്പോൾ ലോകം ഏറെ പ്രതീക്ഷയോടെയാണ് അതിനെ നോക്കിക്കണ്ടത്. എന്നാൽ സമാധാനത്തിന്റെ ഈ വെള്ളരിപ്രാവുകൾ പറന്നുയരേണ്ട വേദിയിൽ നിന്ന് വിദ്വേഷത്തിന്റെയും പകയുടെയും വാക്കുകൾ ഉയർന്നു വന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് ഇസ്രായേലിനെതിരെ നടത്തിയ തീവ്രമായ പരാമർശങ്ങളും അതിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു നൽകിയ കടുത്ത മറുപടിയും ഇപ്പോൾ പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകളെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. ഒരു വശത്ത് സമാധാനത്തിനായി മധ്യസ്ഥത വഹിക്കുമെന്ന് അവകാശപ്പെടുകയും മറുവശത്ത് ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ചർച്ചയാകുന്നത്. ഖവാജ ആസിഫിന്റെ വിവാദ പരാമർശങ്ങൾ കേവലം രാഷ്ട്രീയ വിമർശനങ്ങൾ എന്നതിലുപരി ഒരു ജനതയ്ക്കും രാഷ്ട്രത്തിനും നേരെയുള്ള വെല്ലുവിളിയായിട്ടാണ് ഇസ്രായേൽ കാണുന്നത്. ഇസ്രായേലിനെ മനുഷ്യരാശിയുടെ ശാപമെന്നും ക്യാൻസർ ബാധിച്ച രാജ്യമെന്നും വിശേഷിപ്പിച്ച ആസിഫ്, പലസ്തീൻ മണ്ണിൽ ഈ രാജ്യം സ്ഥാപിച്ചവർ നരകാഗ്നിയിൽ വെന്തുരുകട്ടെ എന്നാണ് തന്റെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ പ്രതികരിച്ചത്. ലെബനനിലും ഗാസയിലും ഇറാനിലും ഇസ്രായേൽ നടത്തുന്ന സൈനിക നീക്കങ്ങളെ വംശഹത്യ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം യൂറോപ്യൻ ജൂതന്മാരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ എന്ന രാജ്യം സൃഷ്ടിക്കപ്പെട്ടതെന്ന വിവാദപരമായ വാദം ഉയർത്തുകയും ചെയ്തു. സമാധാന ചർച്ചകൾ ഇസ്ലാമാബാദിൽ പുരോഗമിക്കുന്നതിനിടയിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഇത്തരം ഒരു പ്രസ്താവന ഉണ്ടായത് നയതന്ത്ര ലോകത്തെ മര്യാദകളുടെ നഗ്നമായ ലംഘനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ പരാമർശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ശക്തമായ ഭാഷയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രതികരിച്ചത്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ അങ്ങേയറ്റം പ്രകോപനപരവും അപലപനീയവുമാണെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. സമാധാനത്തിന്റെ നിഷ്പക്ഷ മധ്യസ്ഥനാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യത്തിൽ നിന്ന് ഇത്തരം ഒരു നിലപാട് ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒരു രാഷ്ട്രത്തെ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്ന ആഹ്വാനം ആധുനിക നയതന്ത്ര ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണ് എന്നും ഇസ്രായേൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ പ്രസ്താവനയോടെ പാകിസ്ഥാന്റെ നിഷ്പക്ഷത പൂർണ്ണമായും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സമാധാന ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ പാകിസ്ഥാന് ധാർമ്മികമായ എന്ത് അവകാശമാണ് ഉള്ളതെന്ന ചോദ്യം നെതന്യാഹു നേരിട്ട് ഉയർത്തുകയായിരുന്നു. നയതന്ത്ര ലോകത്തെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം പാകിസ്ഥാനിലെ ഭരണകൂടത്തിനുള്ളിലെ പൊരുത്തക്കേടുകളാണ്. പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് അത്യന്തം ശത്രുതാപരമായ പോസ്റ്റ് പങ്കുവെച്ച് കൃത്യം 10 മിനിറ്റിനുള്ളിൽ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് സമാധാനത്തെക്കുറിച്ചും നയതന്ത്രത്തെക്കുറിച്ചും സംസാരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മേഴ്സുമായി താൻ ഫോണിൽ സംസാരിച്ചുവെന്നും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ പാകിസ്ഥാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ടെന്നും ഷെരീഫ് അവകാശപ്പെട്ടു. വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിനും ചർച്ചകൾ ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ജർമ്മനിയുമായി ധാരണയിലെത്തിയെന്ന് ഷെരീഫ് പറയുമ്പോഴും സ്വന്തം മന്ത്രിസഭയിലെ അംഗം അയൽരാജ്യത്തിന്റെ നാശത്തിനായി ആഹ്വാനം ചെയ്യുന്നത് പാകിസ്ഥാന്റെ ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് എന്ന തന്ത്രമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും അന്താരാഷ്ട്ര വേദികളിൽ മിതവാദി മുഖം കാണിക്കുകയും ആഭ്യന്തര രാഷ്ട്രീയത്തിൽ തീവ്ര നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ സ്ഥിരം ശൈലിയാണിത്. സമാധാന ചർച്ചകളിൽ പാകിസ്ഥാന്റെ വിശ്വാസ്യതയെക്കുറിച്ച് ഇസ്രായേൽ നേരത്തെ തന്നെ സംശയം പ്രകടിപ്പിച്ചിരുന്നതാണ്. ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ റൂവൻ അസർ നൽകിയ സൂചനകൾ പ്രകാരം ഇസ്രായേൽ ഒരിക്കലും പാകിസ്ഥാനെ ഒരു വിശ്വസ്ത പങ്കാളിയായി കണ്ടിട്ടില്ല. ഇനി അമേരിക്കയുടെ പ്രത്യേക താൽപര്യപ്രകാരം മാത്രമാണ് പാകിസ്ഥാനെ ഈ ചർച്ചകളിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. മുൻകാലങ്ങളിൽ ഖത്തറിനെയും തുർക്കിയെയും ഹമാസുമായുള്ള ചർച്ചകൾക്കായി അമേരിക്ക ഉപയോഗിച്ചതുപോലെ ഒരു താൽക്കാലിക സംവിധാനം മാത്രമാണ് പാകിസ്ഥാൻ. എന്നാൽ ഒരു മധ്യസ്ഥൻ പാലിക്കേണ്ട പ്രാഥമിക മര്യാദകൾ പോലും ലംഘിക്കുന്ന തരത്തിൽ പാകിസ്ഥാൻ മന്ത്രി സംസാരിക്കുന്നത് അമേരിക്കയെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. തങ്ങളുടെ സഖ്യകക്ഷിയായ ഇസ്രായേലിനെതിരെ ഇത്രയും കടുത്ത ഭാഷ ഉപയോഗിക്കുന്ന പാകിസ്ഥാനെ എങ്ങനെ സമാധാന ചർച്ചകളിൽ വിശ്വസിക്കുമെന്ന ചോദ്യത്തിന് വാഷിംഗ്ടണും മറുപടി നൽകേണ്ടി വരും. ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ ഇസ്രായേൽ ഇപ്പോൾ ഒരേ സമയം പല മുന്നണികളിൽ യുദ്ധം ചെയ്യുകയാണ്. ഗാസയിലെ ഹമാസിനും ലെബനിലെ ഹിസ്ബുള്ളയ്ക്കും എതിരെ തുടരുന്ന സൈനിക നീക്കങ്ങൾ ഇറാനുമായുള്ള നേരിട്ടുള്ള സംഘർഷത്തിലേക്കും നീങ്ങിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഉയർത്തുന്ന ഭീഷണികൾ വെറും ഒരു വാചക കസർത്തായി കാണാൻ സാധിക്കില്ല. അങ്ങനെ കാണാൻ ഇസ്രായേൽ തയ്യാറുമല്ല. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഒരു ആണവ ശക്തിയായിരിക്കെ അവിടുത്തെ ഭരണാധികാരികൾ നടത്തുന്ന ഇസ്രായേൽ വിരുദ്ധ പരാമർശങ്ങൾ മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ ബാധിക്കും. ജൂതവിരുദ്ധതയും വംശീയ അധിക്ഷേപങ്ങളും കലർന്ന പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം കൂടിയാണ്. യൂറോപ്യൻ ജൂതന്മാർക്കെതിരെയുള്ള ആസിഫിന്റെ പരാമർശം ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കുന്നതും ഹോളോകോസ്റ്റിനെ പോലും പരോക്ഷമായി ന്യായീകരിക്കുന്നതുമാണ് എന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. ജർമ്മനിയുടെ നിലപാടും ഈ വിഷയത്തിൽ വളരെ നിർണായകമാണ്.
ചാൻസലർ ഫീഡ്രിക് മർസ് ഇസ്രായേലിന്റെ അടുത്ത സുഹൃത്തായിട്ടാണ് അറിയപ്പെടുന്നത്. ഷെഹബാസ് ഷെരീഫുമായി സംസാരിക്കുമ്പോൾ സമാധാനത്തിന് ഊന്നൽ നൽകിയ ജർമ്മനി പാകിസ്ഥാൻ മന്ത്രിയുടെ പ്രസ്താവനയോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് ഉറ്റുനോക്കപ്പെടുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വലിയ മുൻഗണന നൽകുമ്പോൾ മധ്യസ്ഥനായി ചമയുന്ന പാകിസ്ഥാൻ ഇത്തരത്തിൽ സംസാരിക്കുന്നത് യൂറോപ്പുമായുള്ള അവരുടെ ബന്ധത്തെയും ബാധിച്ചേക്കാം. പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകൾക്ക് വേദിയാകാൻ ശ്രമിക്കുന്നതിലൂടെ ആഗോളതലത്തിൽ തകർന്നുപോയ തങ്ങളുടെ പ്രതിച്ഛായ വീണ്ടെടുക്കാമെന്ന പാകിസ്ഥാന്റെ മോഹത്തിന് ഖവാജ ആസിഫിന്റെ വാക്കുകൾ ഏൽപ്പിച്ച പ്രഹരം ചെറുതല്ല. അവസാനമായിട്ട് പറയുകയാണെങ്കിൽ പശ്ചിമേഷ്യൻ സമാധാനം എന്നത് വെറും കരാറുകളിൽ ഒപ്പിടുന്നതല്ല, മറിച്ച് പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രക്രിയയാണ്. ഒരു ഭാഗത്ത് ഇസ്രായേലിനെ അംഗീകരിക്കാൻ മടിക്കുകയും മറുഭാഗത്ത് അവരുടെ വിനാശത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ നിലപാട് സമാധാന ശ്രമങ്ങളെ വർഷങ്ങൾ പിന്നോട്ടടിക്കും. ഇസ്ലാമാബാദിലെ ചർച്ചകൾ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ പാകിസ്ഥാൻ ആദ്യം തങ്ങളുടെ നയതന്ത്ര നിലപാടുകളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. തീവ്രവാദത്തെയും വിദ്വേഷത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് സമാധാന ചർച്ചകളുടെ അന്തരീക്ഷത്തെ കലുഷിതമാക്കും. നെതന്യാഹുവിന്റെ ശക്തമായ പ്രതികരണം പാകിസ്ഥാനെ മാത്രമല്ല, സമാന നിലപാട് സ്വീകരിക്കുന്ന മറ്റു രാജ്യങ്ങൾക്കും ഒരു മുന്നറിയിപ്പാണ്. സമാധാനം എന്നത് നിരുപാധികമായ വിട്ടുവീഴ്ചയല്ല, മറിച്ച് പരസ്പര ബഹുമാനത്തിലൂന്നിയ നിലനിൽപ്പാണ് എന്ന ലോകരാജ്യങ്ങൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. വിദ്വേഷം വിതയ്ക്കുന്നവർക്ക് സമാധാനം കൊയ്യാൻ കഴിയില്ല എന്ന പാഠമാണ് ഈ നയതന്ത്ര പ്രതിസന്ധി ലോകത്തിന് നൽകുന്നത്. ഇസ്ലാമാബാദിലെ ചർച്ചകൾ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ പാകിസ്ഥാൻ ഭരണകൂടം തങ്ങളുടെ മന്ത്രിയുടെ വാക്കുകളെ തള്ളിക്കളയുകയും ഇസ്രായേലിനോട് മാപ്പ് പറയുകയും ചെയ്യേണ്ടി വരും. അല്ലാത്തപക്ഷം ഈ സമാധാന ശ്രമങ്ങൾ ചരിത്രത്തിലെ മറ്റൊരു പരാജയപ്പെട്ട അധ്യായമായി മാറും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.